വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. T20യിൽ ഇംഗ്ലണ്ടുമായി എല്ലാ മത്സരങ്ങളും പരാജയപ്പെട്ട് ഇംഗ്ലണ്ടിന് മുന്നിൽ പരമ്പര അടിയറ വെച്ച് നിൽക്കുകയാണ് ടീം ഇന്ത്യ. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ഇംഗ്ലണ്ടുമായി ഏകദിനത്തിന് ഇറങ്ങാൻ പോകുന്നത്. 14, 16, 19 എന്നീ തീയതികളിൽ 3 ഏകദിന മത്സരങ്ങളാണ് ഇംഗ്ലണ്ടുമായി ഇന്ത്യ കളിക്കുന്നത്. തീർച്ചയായിട്ടും ഏകദിനത്തിലൂടെ ഇംഗ്ലണ്ടിനെതിരെ തിരിച്ചുവരവിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ടീം ഇന്ത്യ. T20യിലെയും ഏകദിനത്തിലെയും സ്ക്വാഡിൽ ഒട്ടനവധി മാറ്റങ്ങളുണ്ട്. പരിചയസമ്പത്തുള്ള രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ബുംറയുമെല്ലാം തിരിച്ചെത്തുന്നു. കൂടാതെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, കുൽദീപ് യാദവ്, KL രാഹുൽ അങ്ങനെ 6 മാറ്റങ്ങളുമായാണ് ഏകദിനത്തിന് ഇന്ത്യ ഇറങ്ങുന്നത്. T20യിലെ സ്ക്വാഡിലുണ്ടായിരുന്ന സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, സൂര്യവംശി, രവി ബിഷ്ണോയ്, തിലക് വർമ്മ, സൂര്യൻ ഷഡ്ഗെ ഈ 6 താരങ്ങളെയാണ് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏകദിനത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പരിചയസമ്പത്തിൻ്റെയും മികവുറ്റ താരങ്ങളുടെയും സമ്പന്നമായ ഒരു ടീം തന്നെയാണ് ഇറങ്ങാൻ പോകുന്നത്. ഏകദിന മത്സരത്തിലൂടെ T20യിലേറ്റ പരാജയത്തിന് ശക്തമായൊരു മറുപടി നൽകാൻ തന്നെയാണ് ടീം ഇന്ത്യ ആഗ്രഹിക്കുന്നത്. T20യിലെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും ഏകദിന സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു 11 കൊണ്ട് തന്നെയായിരിക്കും ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ കളിക്കാൻ ഇറങ്ങുന്നത്. നിലവിൽ ഇംഗ്ലണ്ടിന്റെ 11 നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇംഗ്ലണ്ടിന്റെ 11. ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക്, ജോസ് ബട്ട്ലർ, ബെൻ ഡക്കറ്റ്, വിൽ ജാക്സ്, ജോസ് റൂട്ട്, ജേക്കബ് ബത്തേൽ, സാം കരൻ, ലിയാം ഡേവ്സൺ, ജോഫ്രെ ആർച്ചർ, ആദിൽ റഷീദ്, ജോഷ് ടോങ് ഇങ്ങനെ ഒരു 11 നേരത്തെ തന്നെ ഇംഗ്ലണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ ടീമിന്റെ 11 പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ശക്തമായ ഒരു 11 തന്നെയായിരിക്കും ഇന്ത്യ ഇറക്കാൻ പോകുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ T20യിൽ കനത്ത തിരിച്ചടികളാണ് നേരിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏകദിനം വിജയത്തോടെ തുടങ്ങാൻ തന്നെയാണ് ശുഭ്മാൻ ഗില്ലിന്റെ കീഴിൽ ഇന്ത്യ ഇറങ്ങുന്നത്. മത്സരത്തിന് മുമ്പ് ടീം ഇന്ത്യ അക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ബൗളിങ്ങിൽ പരിചയസമ്പത്തുമായി ബുംറ തിരിച്ചെത്തുമ്പോൾ മറ്റു ബൗളേഴ്സിന് അത് വലിയൊരു ആത്മവിശ്വാസം നൽകാൻ സാധിക്കും. കഴിഞ്ഞ T20യിലെല്ലാം ബൗളേഴ്സിന്റെ പോരായ്മകൾ വളരെ എടുത്തു കാണിച്ച പരമ്പരയായിരുന്നു. അതിനെല്ലാം ഒരു പരിഹാരം ബുംറയുടെ തിരിച്ചുവരവിലൂടെ സാധ്യമാകും എന്ന് തന്നെയാണ് ടീം ഇന്ത്യ കരുതുന്നത്. അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ വലിയ പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പാകത്തിലുള്ള താരങ്ങൾ തന്നെയാണ് ഏകദിനത്തിലെത്തിയിട്ടുള്ളത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും KL രാഹുലും എല്ലാം ഒത്തുചേരുമ്പോൾ തീർച്ചയായിട്ടും ബാറ്റിംഗ് ലൈനപ്പ് തകരാതെ കാത്തുസൂക്ഷിക്കാൻ ഇവരുടെ പരിചയ സമ്പത്ത് ടീം ഇന്ത്യക്ക് പ്രയോജനപ്പെടും എന്ന കരുതലിൽ തന്നെയാണ് ടീം മാനേജ്മെന്റ്. എന്തുകൊണ്ടും ആദ്യ ഏകദിനത്തിൽ വിജയത്തോടെ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ടീം ഇന്ത്യ. വിജയത്തിൽ കുറഞ്ഞൊന്നും ആഗ്രഹിക്കുന്നില്ല ടീം ഇന്ത്യ. ആദ്യ മത്സരത്തിൽ വിജയത്തോടെ തന്നെ തുടങ്ങാൻ ടീം ഇന്ത്യക്കാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.